4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതോടെ കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് നടത്തിയ കോവിഡ് മഹാമാരിക്കാലത്തേതിന് സമാനമായ ചെലവ് ചുരുക്കൽ നിർദ്ദേശം രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതി പാചകവാതകങ്ങളുടെയും ഉപയോഗം, രാജ്യത്തിനകത്തും പുറത്തുമുള്ള യാത്രകൾ, സ്വർണം വാങ്ങൽ, സ്വകാര്യ പൊതു നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി പാചക എണ്ണയുടെ ഉപയോഗം വരെ നിയന്ത്രിക്കുകയോ ഉപേക്ഷിക്കുകയോ വേണമെന്നാണ് നിർദ്ദേശം. സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ഉൾപ്പെടെ സാധ്യമായ മറ്റെല്ലാ പ്രവൃത്തികളും ഓൺലൈനായി നിർവഹിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. മോദി സർക്കാരിന്റെ മൗനാനുവാദത്തോടെയും പരോക്ഷ പിന്തുണയോടെയും ഇസ്രയേലും യുഎസും പശ്ചിമേഷ്യയിൽ തുടങ്ങിവച്ച യുദ്ധത്തിന്റെ കെടുതികൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ എത്രത്തോളം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നുവെന്നതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ് മോദിയുടെ നിർദ്ദേശങ്ങളിൽ പ്രതിഫലിക്കുന്നത്. വിമാനയാത്രകൾ ഇതിനകം സാധാരണക്കാർക്ക് അപ്രാപ്യമായിരിക്കുന്നു. പാചകവാതക ദൗർലഭ്യം എല്ലാ തലത്തിലുമുള്ള ഹോട്ടൽ വ്യവസായങ്ങളെ മാത്രമല്ല, തെരുവ് ഭക്ഷണമടക്കം ചെറുതും വലുതുമായ എണ്ണമറ്റ സംരംഭങ്ങളെയാണ് തകർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. രാസവളങ്ങളുടെ ദൗർലഭ്യം തകർച്ചയെ അഭിമുഖീകരിക്കുന്ന കാർഷിക സമ്പദ്ഘടനയെ നിലംപരിശാക്കുമെന്ന ഭീഷണിയാണ് ഉയർത്തുന്നത്. രാഷ്ട്ര തലസ്ഥാനത്ത് കേന്ദ്ര ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ആഘോഷപൂർവ്വം തുടർന്നു വന്നിരുന്ന മന്ത്രാലയ ഓഫീസ് സമുച്ചയങ്ങളുടെ ആർഭാടപൂർണമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പാടെ നിലച്ചിരിക്കുകയാണ്. രാജ്യത്തെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കടുത്ത അനിശ്ചിതത്വത്തെയാണ് നേരിടുന്നത്. കോവിഡ് മഹാമാരിയുടെ കെടുതികളിൽ നിന്നും കഷ്ടിച്ച് കരകയറാൻ രാജ്യവും ജനങ്ങളും പാടുപെടുമ്പോഴാണ് യുദ്ധവും സമസ്ത മേഖലകളിലും തലയുയർത്തുന്ന മോദി ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും രാജ്യത്തെ കടുത്തതും ഒരു പക്ഷേ ഏറെ നീണ്ടുനിന്നേക്കാവുന്നതുമായ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെയും തത്ഫലമായുള്ള ഇന്ധന നീക്കത്തിന്റെയും വിതരണ ശൃംഖലയിലുമുണ്ടായ തടസ്സങ്ങളുടെയും പ്രശ്നം ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ ഉണ്ടായ ഒന്നല്ല. അത് മുൻകൂട്ടി കണ്ട് പ്രതിസന്ധികളെ നേരിടാനും മറികടക്കാനും രാജ്യത്തെയും ജനങ്ങളെയും സന്നദ്ധമാക്കുന്നതിൽ സർക്കാരിനുണ്ടായ പരാജയമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ മൂലകാരണം. അമിത ഇസ്രയേൽ യുഎസ് വിധേയത്വവും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി റഷ്യയും ഇറാനും അടക്കം രാജ്യങ്ങളുമായുള്ള ഇന്ധന വ്യാപാരത്തിൽ നിന്നും പിന്മാറിയതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. 5 ലക്ഷം കോടി US$ന്റെ സമ്പദ്ഘടനയെപ്പറ്റിയുള്ള വായ്ത്താരിയിൽ രാജ്യത്തിന്റെ തന്ത്രപരമായ ഇന്ധന ശേഖര സാധ്യത പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിൽ പോലും മോദി സർക്കാർ പരാജയപ്പെട്ടു. മറുവശത്ത് നീതി ആയോഗിന്റെ മുന്നറിയിപ്പുകളെ പോലും അവഗണിച്ചുകൊണ്ട് ഭരണകൂട ധൂർത്തിലും കെട്ടുകാഴ്ചകളിലും അഭിരമിക്കുകയായിരുന്നു മോദിയും ഷായുമടക്കം കേന്ദ്ര ഭരണ നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി ചാർട്ടർ ചെയ്ത വിമാനങ്ങൾക്കും റോഡ് ഷോകൾക്കും മറ്റ് ആർഭാടങ്ങൾക്കുമായി ചെലവഴിച്ച ഇന്ധനത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും ചിത്രം ജനമനസ്സുകളിൽ നിന്നും മായും മുമ്പാണ് മോദിയുടെ ചെലവ് ചുരുക്കൽ ആഹ്വാനം. മോദി സർക്കാരിന്റെ ജനങ്ങളോടുള്ള കരുതൽ രാഹിത്യത്തിന്റെയും പുച്ഛത്തിന്റെയും പ്രതിഫലനമാണ് ചെലവ് ചുരുക്കൽ ആഹ്വാനത്തിന് സമാന്തരമായി പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടികളിലൂടെ അനാവരണം ചെയ്യപ്പെട്ടത്. തിങ്കളാഴ്ച ചെലവ് ചുരുക്കലിനെ പറ്റിയുള്ള മോദിയുടെ ആഹ്വാനത്തിനൊപ്പമാണ് അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ച സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിനു മീതെ ഇന്ത്യൻ വായുസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറിയത്. ഭരണഘടനാപരമോ അല്ലാത്ത തികച്ചും മതപരമായ ഒരു ചടങ്ങിന്റെ ഭാഗമായി നടന്ന വായുസേനയുടെ അഭ്യാസ പ്രകടനം രാജ്യത്തിന്റെ മതനിരപേക്ഷ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും ഇന്ധന ക്ഷാമത്തിന്റെ കാലത്തെ അംഗീകരിക്കാനാവാത്ത ധൂർത്തുമല്ലാതെ മറ്റെന്താണ്? പൗരന്മാരോട് വിദേശ യാത്രകൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന 6 ദിന 5 വിദേശ രാഷ്ട്ര സന്ദർശനവും ചെലവ് ചുരുക്കൽ ആഹ്വാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ പരിഹസിക്കലല്ലാതെ മറ്റെന്താണ്? താൻ കോർപ്പറേറ്റുകൾ മുതൽ സ്കൂൾ കുട്ടികൾ വരെയുള്ളവർക്കായി നിർദ്ദേശിച്ച ഓൺലൈൻ മീറ്റിംഗുകൾ എന്തുകൊണ്ട് ഇവിടെ പ്രസക്തമല്ല? ഭരണീയർക്കും ഭരിക്കപ്പെടുന്നവർക്കുമുള്ള പ്രകടമായ ഇരട്ടനീതി ജനങ്ങളോടുള്ള സ്വേച്ഛാധിപതിയുടെ ആഴത്തിൽ വേരോട്ടമുള്ള പുച്ഛത്തെയാണ് തുറന്നു കാട്ടുന്നത്. നോട്ട് നിരോധനം, കാർഷിക കരിനിയമങ്ങൾ, കോവിഡ് മഹാമാരിയെ തുടർന്ന് ഏകപക്ഷീയമായും സ്വേച്ഛാധിപത്യമായും പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന തൊഴിൽ കോഡുകൾ തുടങ്ങി മോദി സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രതിലോമ നയങ്ങളുടെ ഏറ്റവും പുതിയ ഇനമാണ് ചെലവ് ചുരുക്കലിന്റെ പേരിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ. രാഷ്ട്രത്തിന്റെ
രാജ്യത്തെ സമ്പദ്ഘടനയെ തകർത്ത മോദി ഭരണകൂടത്തിന്റെ നയങ്ങളിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ രോഷം രാഷ്ട്രീയ ചെറുത്തുനിൽപ്പായി വളർത്തിയെടുക്കുക വഴി മാത്രമേ ഈ ജനവിരുദ്ധ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കും ഭരണത്തിനും തന്നെയും അറുതി വരുത്താനാവൂ. അതുതന്നെയാണ് രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പുരോഗമന രാഷ്ട്രീയ ശക്തികൾ നേരിടുന്ന വെല്ലുവിളി.